ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അങ്കനാടി പോവാണ്. ലാവീന് അങ്കനാടിയിൽ ഹൈറ്റും വെയിറ്റും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഹായ് ഗായ്സ്, ഇന്ന് ഹലോ ഗൈസ് പറയുമ്പോൾ കുറച്ച് കതിച്ചുകൊണ്ടാണ് ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ലാവീനെയും കൊണ്ട് നമ്മൾ അങ്കനാടി പോവാണ്. ലാവീൻ്റെ ഹൈറ്റും പിന്നെ വെയിറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഇന്ന് ഞാനും ഏച്ചിയും അമ്മയും ലാവിയും പിന്നെ സ്നിധിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ലാവി അവിടെ കുടേൻ്റെ ഉള്ളിലുണ്ട്. ലാവി അമ്മ ഏച്ചിയും കൂടി കുടയും ചൂടി പോകുന്നുണ്ട്. ഞാനും സ്നിധിയും ബാക്കിൽ നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനാടി ചെന്ന് നോക്കിയപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. ഓലെല്ലാം താഴെയാണുള്ളത്. അപ്പോൾ നമ്മൾ താഴേക്ക് പോയി. അപ്പോൾ അവിടെ ഇന്ന് കുറേ കുട്ടികളൊന്നും വന്നിട്ടില്ല. അതിന് കുറച്ച് കുട്ടികൾ അതിനുള്ളൂ. കാരണം അങ്ങനാടി പണി നടക്കുന്നുണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. കുറച്ച് കുട്ടികൾ അതിന് വന്നിട്ടുള്ളൂ. രണ്ട് കുട്ടികൾ അതിന് വന്നിട്ടുള്ളൂ. പക്ഷേ രണ്ട് കുട്ടികളാണെന്ന് വെച്ചാൽ ലാവിക്ക് കളിക്കാൻ കുട്ടികളെ കിട്ടിയില്ല. ലാവിക്ക് ഇഷ്ടമായിരുന്നു. ലാവിൻ്റെ ചേച്ചിമാരാണ്. പക്ഷേ ലാവിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയ കുട്ടികളാണല്ലോ. അപ്പോൾ ലാവിക്ക് ഭയങ്കര ഇഷ്ടമായി അവരോട് കളിക്കാൻ. പിന്നെ ലാവി അവിടെ കുത്തിരിഞ്ഞ് അവിടെ കുറേ ടോയ്സ് കട്ടയൊക്കെ അങ്ങനത്തെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓല അവിടെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഇതാക്കി പൊട്ടിച്ച് കളഞ്ഞിട്ട് ലാവി ഓരോ കട്ടയെടുത്ത് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ലാവിയുടെ ചേച്ചിമാർ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ലാവി അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ലാവി കളീൻ്റെ തിരക്കിലാണ്. പിന്നെ ലാവി കുറേ നേരം കളിക്കുന്നുണ്ട്. ചേച്ചിമാരൊക്കെ ഇങ്ങനെ കട്ടയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാവി അതൊക്കെ നോക്കി ഓരോരോ കട്ടയൊക്കെ എടുത്ത് കളിക്കുകയാണ്. പക്ഷേങ്കിൽ അവർ കുറേ നേരം ലാവിനെ കളിപ്പിക്കാൻ നോക്കി ഒന്നും നോക്കുന്നതെന്നല്ലാണ്ട് ഓല കളിക്കാനും നിൽക്കുകയാണ്. അല്ലാണ്ട് പോലെ കളിപ്പിച്ചിട്ട് ലാവി നോക്കുന്നില്ല. പിന്നെ നമ്മൾ ചേച്ചിമാരോടെല്ലാം ടാറ്റി ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ലാവിക്ക് പോകാനൊന്നൊരിതില്ല. അവിടുന്ന് കളിച്ചാൽ മതി എന്നുള്ളൊരിതാണ്. അപ്പോൾ നമ്മൾ അങ്കനാടിയിലേക്ക് ചെന്ന് നോക്കി. ഞാനൊക്കെ പഠിച്ച അങ്കനാടിയാണ് ഇത്. അപ്പോൾ അവിടെ പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ പഠിക്കുമ്പോൾ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പെയിൻ്റെല്ലാം അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ എന്താ പറയുക സ്ലൈഡ് അങ്ങനത്തെ ഒക്കെ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ എണ്ണക്കടിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ബാക്കിൽ മെല്ലെ വീഡിയോ എടുത്ത് വന്നപ്പോൾ അമ്മയും സ്മിതിയും ലാവി അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.